മുസാഫിന്റെ പുറത്ത് ഒരാൾ വെച്ച് എഴുതിയാൽ എന്താ അങ്ങനെ എഴുതിയാൽ എന്ന് ചിന്തിച്ചാൽ കുഫർ വരും. അല്ലാഹു കുഫറിനെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കണം. എന്താ പറയുന്നത്? വൃത്തിയാക്കപ്പെട്ട തോല് എഴുതാനുള്ള തോലുകള് കൈറോവിൽ നിന്ന് കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ റൂമിൽ വെച്ച് അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വന്നില്ല. അപ്പോൾ ആലോചിച്ചപ്പോൾ എന്ത് ഓർമ്മ വന്ന്, നാളെ ഖുർആൻ എഴുതാനുള്ള തോൽ, ശുദ്ധമാക്കിയ തോലിവിടെ ഉണ്ട്. അപ്പോൾ അതിനെ തടി തള്ളിമാക്കുക. പുറത്ത് വന്ന് കിടന്ന് എന്നിട്ട് ഉറങ്ങി. അതിൽ അപ്പോൾ ഒന്നും എഴുതിയിട്ടില്ല. നാളെ എഴുതാൻ പോണേ ഉള്ളൂ. നാളെ എഴുതാൻ പോകുന്ന ആ തോലുള്ള ഖുർആൻ എഴുതാൻ പോകുന്ന ആ മുറിയിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി കിടന്നില്ല. തഅളീമൻ വ ഇജ്ലാലൻ, ഖുർആൻ എഴുതപ്പെടാൻ ഉദ്ദേശിക്കുന്ന താളിയോലയെ തോലിനെ ബഹുമാനിച്ചിട്ട് ഇമാമിനെ ഷാഫിഈ റളിയല്ലാഹു അൻഹു. അപ്പൊ അവരൊക്കെ നേടാനുള്ള കാരണം അവരുടെ അദബാണ്. ഒരാള് അദബോട് കൂടിയും സുക്കൂനോട് കൂടിയും ശാന്തതയോട് കൂടിയും, അപ്പുറത്ത് വർത്താനം പറയുന്ന ആളുകൾ മുസാഫ് ഒന്ന് ഇങ്ങനെ കൈ പിടിച്ച് ഒരു വിരലോണ്ട് ഇങ്ങനെ മുറുക്കി പിടിച്ച് ഓരോരുത്തർ കുറച്ച് നോക്കി, ഇവർക്ക് കുറച്ച് നോക്കി. മുസാഫ് തുറന്നു വെക്കാനേ പാടില്ല. അപ്പൊ ഓതുന്നതിനിടയിൽ മുസാഫ് ഓതുന്നതിനിടയിൽ ഒരു ഗൗരവമായ സംസാരം കേട്ടാൽ ഇങ്ങനെ തുറന്നു പിടിച്ച് നോക്കാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? മടക്കണം, എന്നിട്ട് നോക്കാൻ പാടില്ല. കാരണം ഇല്ലെങ്കിൽ അത് അദബുകേടാണ്. മുസാഫ് തുറന്നു വെച്ചിട്ട് ചില ആളുകളുണ്ട്, മുസാഫ് അവിടെ തുറന്നു നോക്കും, എന്നിട്ട് ഒതുക്കാൻ പോകും, രണ്ടാമത്തെ ഒതു പുതുക്കാൻ പോകും, അല്ലെങ്കിൽ മറ്റൊരു വർത്താനം പറയും. മുസാഫ് അവിടെ തുറന്നു വെച്ചിട്ടുണ്ടാവും. അതൊക്കെ അദബുകേടാണ്. ചെയ്യുന്ന അമല് സുന്നത്താണെങ്കിലും അദബുകേടിൽ കുഫർ വരും. ചെയ്യുന്ന അമല് സുന്നത്താണെങ്കിൽ അദബുകേടിൽ എന്ത് വരും? കുഫർ വരും. സുജൂദു തിലാവത്തല്ലേ ചോദിക്കണം മോനെ, അതിനെന്ത് ചെയ്യുന്നറിയോ? അവിടെ എന്ത് ചെയ്യേണ്ടത്? മുസ്ഹഫ് ഒരു ഉയർന്ന സ്ഥലത്ത് വെക്കാനുള്ള സൗകര്യം നേരത്തെ തന്നെ. അപ്പൊ ഒരു ഉയർന്ന സൗകര്യം ഒന്നുമില്ലെങ്കിൽ എൻ്റെ മുണ്ട് ടർക്കി ഇതുമ്മൽ അത് വെച്ച് അത് കിട്ടാവുന്ന രൂപത്തിൽ പൂട്ടി വെച്ച് അതിനുശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? സുജൂദ് തിലാവത്ത്. കാരണം എൻ്റെ സുജൂദു തിലാവത്തിനേക്കാൾ ഇത് മാളമാണ്. എന്റെയും ഇന്ത്യയും സുജൂദു തിലാവത്ത് അള്ളാഹ് സ്വീകരിക്കുന്ന എന്തുറപ്പാള്? ഇത് അള്ളാഹിന്റെ കലാമാണല്ലോ. എന്റെയും സുജൂദു തിലാവത്തിനേക്കാളും വില ഉണ്ട് എന്തിന്? ഈ സാധനത്തിന്. അല്ലെങ്കിൽ എന്ത് ദോഷം വരും? ഖുർആന് ഇപ്പൊ കാലടുത്തുകൊണ്ടും തൻ്റെ നോട്ടത്തിൽ താഴെയുമായിട്ടും ഖുർആൻ വെക്കാൻ പാടില്ല. ഉദാഹരണം പറയാം, ഇവിടെ ഇപ്പോൾ ഒരാൾ ഒരു ടർക്കി വിരിച്ച് മടക്കി അതിൻ്റെ മേൽ മുസാഫ് വെച്ച് അവിടെ ഞാൻ ഇരുന്ന് തെറ്റല്ല, അവിടെ ഞാൻ നിന്നാൽ ഖുർആൻ നിസ്സാരപ്പെടുത്തലായി. അതായത് ഇവൻ്റെ കാലിനോടാണ് ആരടുക്കുന്നത്. ആ ഹൈഅത്തിൽ ഇവൻ്റെ കാലിനോട് ആരടുക്കും? അങ്ങനെ വരുമ്പോൾ പള്ളിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? അത്തരം സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ആട് മേലൊക്കെ എടുത്തു വെക്കും. അല്ലെങ്കിൽ ഒരു ബഹുമാനപ്പെട്ട ആൾ വന്നാൽ കൂട്ടി പിടിച്ചോണ്ട് എണീക്കണം. ഇല്ലെങ്കിൽ ഇവൻ്റെ കാലിനോട് മുസാഫ് ഇവരെ രണ്ടാളുടെയും കാലിന് മുഹാദിയായിരിക്കും, കാലിൻ്റെ നേർപ്പാട്ടിലായിരിക്കും, അതും നിന്നതയിൽ വരും. കമീസിന്റെ പോക്കറ്റിൽ ഇട്ടാം. പക്ഷെ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാം മോനെ? അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അവൻ്റെ നടത്തത്തിൽ സൂക്ഷിക്കുക എന്ന നിലക്കൊക്കെ ചെയ്യാം. നേരെ മറിച്ച് പിന്നെ തൊടമ്മൽ മുസാഫ് വെക്കുന്നത് ഖൈറല്ല എന്നാണ് ഇമാമിങ്ങളുടെ അഭിപ്രായം. കാരണം തൊട എന്ന് പറഞ്ഞാൽ ഔറത്തിനോട് അടുത്ത സ്ഥലമാണ്. ദുആവും അങ്ങനെയാണല്ലോ. ചില ആളുകളുണ്ട് ഇങ്ങനെ കൈ പിടിക്കുക, അവൻ്റെ ഔറത്തിൻ്റെ അടുത്ത് തന്നെ വെക്കുക. എന്ത്? നീ അടുത്ത ദിവസം വരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ദുആയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ദുആയിൽ കൈപ്പൊക്കുക എന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യർഫഉ യദൈഹി ഹത്താ യൽഹറ ഇബ്തുഹു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കക്ഷം പോലും വെളിവാകുന്ന വിധത്തിൽ കാന യർഫഉ യദൈഹി, രണ്ട് കൈയും റസൂലുള്ളാഹ് പൊക്കി പിടിക്കും. വനറാ ബയാദ ഇബ്തിഹി, അങ്ങനെ ഹദീസ്. വനറാ ويرفع النبي صلى الله عليه وسلم يديه للدعاء نرى بياض ابطه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആക്ക് വേണ്ടി കൈ പൊന്തിക്കും. വനറാ ബയാള ഇബ്തിഹി, അവിടുത്തെ കക്ഷത്തിന്റെ വെളുപ്പ് ഞങ്ങൾ കാണും. ഈ കക്ഷത്തിന്റെ വെളുപ്പ് ഞങ്ങൾ കാണുന്ന വിധത്തിൽ റസൂൽ എന്ത് ചെയ്യും? പൊക്കി പൊടിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. കൈ ഇങ്ങനെ വെക്കുക, മുസാഫ് അവിടെ വെക്കുക. ഇതൊന്നും നല്ല സ്ഥലമല്ല, അതൊന്നും ഒരു ഖൈറായ സ്ഥലമല്ല. കമീസിന്റെ പോക്കറ്റിൽ മുസാഫ് ഇടുമ്പോൾ തന്നെ
അതൊരാവശ്യമാണ്, ആ രൂപത്തിൽ ചെയ്യാം. എങ്കിലും അവിടെയൊക്കെ സൂക്ഷിക്കേണ്ടത് എന്താ, മുസാഹഫിനെ ഏറ്റവും കൂടുതൽ അദബോട് കൂടി തന്നെ ചെയ്യണം. പഴയ കാലത്തെ രീതി എന്താ, പഴയ കാലത്തെ നമ്മുടെ രീതി എന്താ, മദ്രസയിലെ പുസ്തകവും ഖുർആനും ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, ഒരു 3 കോലത്തിലുള്ള ഒരു കവറുണ്ടാക്കും അല്ലേ, ഒരു ത്രികോണത്തിന്റെ കവർ ഉണ്ടാക്കും. എന്നിട്ട് അതിലെന്ത് ചെയ്യും, മുസാഹഫ് ഇട്ടിട്ട് അതിനൊരു വാലുണ്ടാവും, അതുകൊണ്ട് കെട്ടും. എന്നിട്ട് മദ്രസ പുസ്തകം അടിയിൽ വെച്ചിട്ട് മുസ്ലിന്റെ മേലെ വെക്കും. ഈ കൂട്ടിലേക്ക് എന്ത് ഇടൂല, മദ്രസ പുസ്തകം ഇടൂല. എന്നാ മദ്രസ പുസ്തകത്തിൽ എന്തെന്നെയാണുള്ളതും ഖുർആന്റെ ഇൽമ തന്നെയാണ്, പക്ഷെ അത് മനുഷ്യന്മാരുണ്ടാക്കിയതാണ്, ഇതവാന കലാമാണ്. അപ്പൊ ആ കവറിൽ വരെ എന്തിടൂല. ഇവർ പറഞ്ഞതിലൊക്കെ തിരുത്താനും നന്നാക്കാനും ഒക്കെ ഉണ്ടാവാം. ഈ കൊല്ലത്തിൽ അല്ലെങ്കിൽ ചെറിയ തിരുത്തോടു കൂടെ അടുത്ത കൊല്ലത്തിൽ ഇത് ഇറങ്ങാം. മറ്റങ്ങനെയല്ല, ഇതെന്താവൂല. ലാ യഅ്തിഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹഫിദൂൻ. ആ ജനങ്ങൾ അതിനെ കാണിച്ച ഒരു അദബ് എത്രയാ, ഹിഫ്ളിന് വേണ്ടി ചെയ്യാവുന്നതാണ്, ഹിഫ്ളിന് വേണ്ടി. എന്നാലും അവന് ലഭിക്കാവുന്നത്രയും റഫീആയ സ്ഥലത്തേക്ക് ഖുർആൻ ഉള്ള ബാഗിനെ ഉയർത്തി വെക്കണം. ഉദാഹരണം, ഇപ്പൊ നിനക്ക് ബർത്ത് കിട്ടി, അടിയിൽ വെക്കാം ഒരു ബാഗ്, മുകളിൽ വെക്കാൻ ഒരു നിന്റെ ബർത്തിൽ തലയണയുടെ ഭാഗത്ത്. അപ്പൊ ഈ പൈസ ഉള്ള ബാഗ് തലയണ്ട അവിടെ വെച്ച്, മുസാഫുള്ള ബാഗ് ചോട്ടിനും വെച്ച് അത് വെച്ചില്ല. മുസാഫുള്ള തന്നെ എന്ത് ചെയ്യണം, എത്രത്തോളം എന്ന് പറഞ്ഞാല് ചില ബാഗുകളുടെ ഉൾക്കവർ ഉണ്ടാവും, ബാഗിന്റെ ഉൾക്കവർ, അതിൽ പൈസ ഇടുമെങ്കിൽ പൈസയേക്കാൾ അഫ്ളലാണല്ലോ എന്ത് മുസാഫ് ഉണ്ടെങ്കിൽ അതാണ് ഇതിലുണ്ട്. പൈസ മുസാഫും കൂടി ഇട്ടാൽ തെറ്റല്ല, ബാഗിന് ഉൾക്കവർ ഉണ്ടാവും. ആ ഉൾക്കവറിൽ നമ്മൾ എന്തിട്ട് പൈസ ഇട്ട്, അതിന്റെ പുറം കവറിൽ മുസാഫ് ഇട്ടാലും അദബിൽ കമ്മിയുണ്ട്. അവിടെ അദബിൽ കമ്മി വരും. ഒരു മിനിറ്റ് മോനെ, അവിടെ അദബിൽ കമ്മി വരും. അവിടെ എന്ത് പറ്റും, രണ്ടും കൂടെ ഇട്ടണം. കാരണം നിനക്ക് സൂക്ഷിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട സൂക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്തും. അതല്ലേ ഖുർആനല്ലേ വലിയ സംഗതി. മൊബൈലിൽ ഓതാം, ഓക്കെ ഓതാം, തെറ്റൊന്നല്ല, ഓതാം. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, നാട്ടിലെ എല്ലാ കൂത്തമാത്തും അതിലുണ്ട്, ഖുർആനുണ്ട്. അത് ഏതുപോലെയാണെന്ന് ചോദിച്ചാല് എല്ലാ കൂത്തമാത്തും അതിൽ റെക്കോർഡ് ചെയ്യും. എന്തും റെക്കോർഡ് ചെയ്യും. പാട്ടേക്കണ സമയത്ത് പാട്ടിന് തുറക്കും, തോന്നിയാസത്തിന്റെ ഫോട്ടം കാണുന്ന സമയത്ത് അതും തുറക്കും, ഓതണ സമയത്ത് മുസാഫ് എല്ലാം അതിലുണ്ട്. അതും അതിനോട് കാണിക്കുന്ന അദബുകളാണ്. ബാത്റൂമിലേക്ക് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ മസലയാണ് പറയുന്നത്. പൂട്ടിയാൽ വായിക്കപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള രേഖകൾ കൊണ്ട് ബഹുമാനിക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിൽ തെറ്റില്ല. ഉദാഹരണം, നമ്മൾ ഈ മൊബൈലുകളൊക്കെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അത് ഇൻസ്റ്റാൾ ചെയ്ത ശൈലിയിൽ ഓതാൻ കഴിയില്ല. അതിൻ്റെ വിൻഡോ ഓപ്പൺ ആക്കണം, അപ്പോൾ മാത്രമേ തുറന്നിട്ടുള്ളൂ, അപ്പോഴേ അത് ഓതാൻ കഴിയുള്ളൂ. ഏതുപോലെ ഐക്കല്ല്, നമ്മൾ അരയിൽ ഐക്കല്ല് കിട്ടും, കെട്ടാലോ, ഐക്കല്ല് നിങ്ങൾ കെട്ടാൻ വേണ്ടി പറയല്ല, എന്തല്ല, തെറ്റുമല്ല, ശിർക്കുമല്ല, മുഅ്മിനീങ്ങൾ ചെയ്തിരുന്ന പരിപാടിയാണ്. ഐക്കല്ല് കെട്ടണം എന്നല്ല, പക്ഷെ ഐക്കല്ല് കെട്ടുന്നത് എന്തല്ല, തെറ്റല്ല. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എല്ലാ വിഷയങ്ങളിലും എല്ലാ വൈകുന്നേരങ്ങളിലും ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചൊല്ലിയിരുന്നു. വൈകുന്നേരമാകുമ്പോൾ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് ചൊല്ലിയിരുന്നു. ചെല്ലണമെന്ന് കുട്ടികളെ കൽപ്പിച്ചിരുന്നു. ചില കുട്ടികൾ ഉണ്ടായിരുന്നു, ആ പറഞ്ഞ വർത്താനം ആ കുട്ടികൾക്ക് തിരിയില്ല. വക്കാന യകുതുബുവ, എന്നിട്ടോ എന്തോ ഒന്നിൽ എഴുതും, പിന്നെ എന്ത് ചെയ്യും, അതിനെ മടക്കും, എന്നിട്ടോ അത് കഴുത്ത് കെട്ടിക്കൊടുക്കും. ആര്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രഗൽഭ സ്വഹാബിയാണ്. എത്രയോ രേഖയിൽ കാണാം. സ്വഹാബികളെ കൂട്ടത്തിലെ വലിയ പണ്ഡിതനാണ് ആര്? ഇബ്നു ഉമർ. ഐക്കല്ല് കെട്ട എപ്പോഴാ ഐക്കല്ല് കെട്ടാൻ പറ്റുക? ഒരു ആലിമോ സയ്യിദോ, മുതദയ്യിനായ ആലിമോ സയ്യിദോ, ദീൻ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാര്, ദീനുള്ളവർ ഐക്കല്ല് എഴുതി തന്നാൽ കെട്ടാം. അപ്പൊ ആ ഐക്കല്ല് എന്താ ഉണ്ടാവുക? ഖുർആൻ ഉണ്ടാവും. പക്ഷെ അതില് എന്തുണ്ടാവില്ല എന്നറിയോ? ആ ഐക്കല്ല് എഴുതിയ വിധത്തിൽ അതിനെ വായിക്കാൻ കഴിയില്ല. വായിക്കാവുന്ന വിധത്തിൽ എഴുതിയാൽ പ്രശ്നമാണ്. അപ്പൊ എന്നതുപോലെ ഇതൊക്കെ 1-ാം നമ്പറല്ല, 2-ാം നമ്പറാണ്. ഏത്? മൊബൈലിലൊക്കെ തന്നെ ഇത് കൊണ്ട് നടക്കുന്നതും 1-ാം നമ്പറൊന്നും അല്ല. എന്ത്? 2-ാം നമ്പർ ഹറാമല്ല, കൊണ്ട് നടക്കാം, പക്ഷേ ഉള്ള തോന്നിയാസം മുഴുവനും പിന്നെ അതിൽ വെക്കാൻ പാടില്ല.
അതിനൊക്കെ അതിനെ ശുദ്ധീകരിക്കണം. ഒരു സാധനം മുഅല്ലമാണെങ്കിൽ മുഅല്ലമല്ലാത്ത സാധനം അവിടെ വെക്കാൻ പാടില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. അതന്നെ പറഞ്ഞർത്ഥം. കൈ ഇവിടെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തൊടമ്മലെന്താ? തൊടം ഒരു മുഅല്ലമായ സ്ഥലമല്ല, അത് ഔറത്തിന്റെ സ്ഥലമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുപോലെ ബഹുമാനിക്കപ്പെടേണ്ട സംഗതി ബഹുമാനിക്കുക. അദ്ദീനു തഅ്ളീമു മാ അല്ലമല്ലാഹ് വ തഹ്ഖീറു മാ ഹഖറല്ലാഹ്. ദീൻ എന്നാൽ രണ്ട് കാര്യമാണ്. എന്ത്? അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലും അള്ളാഹു നിന്ദിച്ചതിനെ നിന്ദിക്കലുമാണ്. അതാണ് ദീൻ. ദീൻ എന്നാൽ എന്ത്? ദീൻ എന്നാൽ തഅ്ളീമു മാ അല്ലമല്ലാഹ് വ തഹ്ഖീറു മാ ഹഖറല്ലാഹ്. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലും അള്ളാഹു നിന്ദിച്ചതിനെ നിന്ദിക്കലുമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.